ഹായ് എല്ലാവർക്കും നമസ്കാരം. നൊസ്റ്റാൾജിക് ടേസ്റ്റ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുന്ന കടല, പിന്നെ ഒരു 2 വലിയ സവാള, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഞാനിവിടെ 3 കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു തേങ്ങ. അടുത്തതായി നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഞാനൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചുവന്ന മുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ, വെളുത്തുള്ളി, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്ന മുളക്, ഇത് 3ഉം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. അടുത്തതായി കറി ഉണ്ടാക്കാൻ പോകുന്ന പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിടുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ചേർക്കുക. പിന്നെ ഇതിലേക്ക് കാന്താരി മുളക് ചേർക്കുക. അടുത്തതായി ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു 2 മിനിറ്റ് സമയം വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അടുത്തതായി മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ ഉപയോഗിക്കാം. അടുത്തതായി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർക്കുകയാണ്. വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടുതൽ ആഡ് ചെയ്യുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ അടച്ചു വയ്ക്കുക. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ചേർക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊരു 10 മിനിറ്റ് തിളപ്പിക്കുക. കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുന്നത്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് സെർവ് ചെയ്യാം. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നമുക്കിത് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.